ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അതുപോലെ തന്നെ അമിതവണ്ണം, കൊളസ്ട്രോള്, BP, അതുപോലെ തന്നെ രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന തളർച്ച, ക്ഷീണം ഒക്കെ മാറാൻ രാവിലെ ദിവസവും റാഗി ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ക്ഷീണമൊക്കെ മാറി നമ്മൾ നല്ല ആക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഞാനിന്നിവിടെ 1 കപ്പ് റാഗിത വെള്ളത്തിലായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർക്കാനൊന്നും ഒത്തിരി സമയമൊന്നുമില്ല, വെറും 5 മിനിറ്റേ ഞാൻ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ റാഗിൻ്റെ പൗഡർ വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ചെയ്യാം. പൗഡർ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച പൊടി വെച്ച് ചെയ്യണം കേട്ടോ, അപ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റാഗി ഒന്ന് കുതിർത്തെടുക്കുക. എന്നിട്ട് അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളയണം കേട്ടോ. അതിനുശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർക്കുകയാണ്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇതുപോലെ അരക്കാം കേട്ടോ. മിക്സിൻ്റെ കുഞ്ഞ് ജാറെടുത്താൽ മതി, അതിലാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ റാഗിൻ്റെ സത്ത് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു മുഴുവനായിട്ട് ഇതിൽ ഒരുപാട് ചണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ചണ്ടിയൊക്കെ മാറ്റി ഈ റാഗിൻ്റെ സത്ത് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം റാഗിയിൽ ഒരുപാട് പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ പുറന്തള്ളാനുള്ള ഒരു പ്രത്യേക കഴിവ് റാഗിക്കുണ്ട്. ഒപ്പം കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒത്തിരി നല്ലതാണ് റാഗി. രക്തക്കുഴലുകൾക്ക് അടിഞ്ഞു കൂടിയിട്ടുള്ള രക്തം കട്ട പിടിക്കുന്നത് തടയാനും രക്തക്കുഴലിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളാനും അങ്ങനെ രക്തയോട്ടം സുഗമമാക്കാനൊക്കെ റാഗി ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഷുഗർ പേഷ്യൻസിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ കഴിക്കുന്ന ആ രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഒത്തിരി മധുരം ശർക്കരയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫലം കിട്ടൂല കേട്ടോ. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ഇത് ഉണ്ടാക്കാൻ വിചാരിച്ച ആ ഒരു പാത്രത്തിലോട്ട് ഞാനിതാ റാഗി ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾക്ക് 6 മാസം മുതൽ കൊടുത്തു വരുന്നതാണ് റാഗി കുറുക്ക് രൂപത്തിലല്ലേ. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത്രത്തോളം യൂസ്ഫുള്ളാണ്. മാനസികം എന്ന് പറയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ ബ്രെയിനിന് അത്രയും ഹെൽപ്ഫുള്ളാക്കേണ്ട റാഗി കേട്ടോ. ഒപ്പം തന്നെ എല്ലുകളുടെ ബലത്തിനും ദഹനം നടക്കാനും അത്രത്തോളം പ്രോട്ടീനും കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ആര് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ആരോഗ്യഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് തീർച്ചയായിട്ടും ഷുഗർ ഉണ്ടാവാം, കൊളസ്ട്രോൾ, BP, അമിതവണ്ണം ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മൾ ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നിറം കൂടാനും ഇതിൽ നമ്മളൊരു ചെറിയൊരു സീക്രട്ട് സാധനം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്മൂത്തി റെഡിയാക്കണം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് നന്നായിട്ട് ഫില്ലായതായിട്ട് തോന്നും. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്നത് ഒരു വലിയ ക്യാരറ്റാണ്. അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ, ഒത്തിരി വെള്ളത്തിൽ ഇത് വേവിച്ചെടുക്കരുത്. നമുക്കങ്ങനെ ഒരുപാട് വെള്ളത്തിൽ വേവിച്ചതിൻ്റെ ഗുണങ്ങളും സത്തൊക്കെ വെള്ളത്തിലൂടെ കളയരുത് കേട്ടോ. നമുക്കൊരു കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലൊരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരും കേട്ടോ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കട്ടെ ഇതുപോലൊരു സ്മൂത്തി. ഒരൊറ്റ രോഗത്തിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്കുള്ള വലിയൊരു മരുന്ന് എന്ന് തന്നെ പറയാം. അപ്പോൾ റാഗി നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഒത്തിരി തീ കൂട്ടി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ റാഗി പെട്ടെന്ന് ഇങ്ങോട്ട് കട്ടയായി പോകട്ടോ. കുറഞ്ഞ തീയിൽ ഇളക്കി വേവിച്ചെടുക്കാം. ഇതുപോലെ വേവിച്ചെടുക്കണേ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഒന്ന് ചൂടാവുന്നതോട് കൂടിയിട്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരും. ഞാനിവിടെ ഒരു അരിപ്പിയിൽ വെച്ചിട്ടേ അരിച്ചെടുത്തതുള്ളൂ. ഇനിയിപ്പോൾ ചെറിയ കുഞ്ഞു മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന അരിപ്പിയിലും കൂടി ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. റാഗി നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഒരൊറ്റ ഗ്ലാസ്സിന് വേണ്ടിയിട്ടല്ല, ഞാനൊരു ആഴ്ച, 1.5 ആഴ്ച, പക്ഷെ ഒരു 15 ദിവസം തികച്ചുണ്ടാവുമെന്നറിയില്ല. എന്നാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. കാരണം ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. ഇങ്ങനെ അരച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും ശരീരത്തിന് നല്ലത് പൊടിയേക്കാളും. അപ്പോൾ ഇതുപോലെ അരച്ച് തന്നെ ചെയ്തെടുക്കുക കേട്ടോ പറ്റുന്നവരൊക്കെ. അപ്പോൾ ഞാൻ നന്നായിട്ട് റാഗി വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ റാഗിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം, നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. നമുക്ക് ആവശ്യമുള്ളതെടുത്തിട്ട് ആവശ്യമുള്ള സ്മൂത്തിക്കുള്ള ആവശ്യത്തിന് ഏകദേശം
സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ നമുക്ക് ആവശ്യമായിട്ട് വരും. അതല്ല ജ്യൂസി ടൈപ്പാണ് നമുക്ക് ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം സ്മൂത്തി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഞാനിതുപോലെ റാഗി മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുക, അതുപോലെ തന്നെ ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനൊക്കെ ഇതുപോലെ ഒന്ന് എടുക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയുന്നതൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ചിയാ സീഡാണ് ഞാനെടുത്തത്. ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് കസ്കസ് എടുക്കാം. പക്ഷേ വെയിറ്റ് കുറയാനും ഷുഗറും ഒക്കെ നമ്മളെ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലത് ചിയാ സീഡാണ്. കയ്യിലുള്ളവർ ചിയാ സീഡ് തന്നെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക. ഒരു ദിവസം നമുക്ക് 2 ടീസ്പൂൺ ചിയാ സീഡ് വരെ കഴിക്കട്ടോ. ഇത് വണ്ണമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ് ചിയാ സീഡ്. അപ്പോൾ റാഗി ഏകദേശം ഇങ്ങനെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ജാറിലോട്ട് 2 ടീസ്പൂൺ റാഗി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ സ്മൂത്തി ടൈപ്പാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത്. അതിൻ്റെ പേരിലാണ് 2 ടീസ്പൂൺ എടുത്തത്. ബാക്കി റാഗി ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കാം, ആവശ്യാനുസരണം എടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ ഈത്തപ്പഴമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഡെയിലി ഒരു 3 വരെ ഈത്തപ്പഴം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഷുഗറൊന്നുമില്ല, വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4 ഈത്തപ്പഴം വരെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. രക്തക്കുറവുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുളികളൊന്നും വാരി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു സ്മൂത്തി 2 നേരം എടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും കേട്ടോ. നിങ്ങളൊന്ന് കുടിച്ച് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ BP ഹൈ പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒത്തിരി നല്ല തന്നെയാണിത്. പിന്നെ ഞാനിതിലോട്ട് ക്യാരറ്റ് വേവിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ആ വെള്ളത്തോട് കൂടി ചേർക്കുക. പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തത്. തേങ്ങാപ്പാലിന് പകരം പാലെടുക്കാം. പിന്നെ ഇച്ചിരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കാവുമ്പോൾ നമ്മൾ വെയിറ്റ് കുറയാനൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഗുഡ് ലൈഫിൻ്റെ പാലെടുക്കുകയായിരിക്കും കേട്ടോ നല്ലത്. അതിൽ ഫ്രീ ഫാറ്റ് ആണല്ലോ, ഫാറ്റ് ഇല്ലല്ലോ. അപ്പോൾ പറ്റും എന്നുള്ളവർ ഗുഡ് ലൈഫിൻ്റെ പാല് വാങ്ങിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇച്ചിരി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ക്രിയേറ്റിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി കളറോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ സ്മൂത്തി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ചിയാ സീഡ് ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുടിക്കാനൊന്നും യാതൊരു മടുപ്പില്ല, നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ. നിറം വർദ്ധിക്കാനും അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും ശരീരത്തിലുള്ള മുഖത്തുള്ള പാടുകളൊക്കെ മായാനും ചുരുക്കൊക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്മൂത്തിയാണ്. എല്ലാം കൊണ്ടും ബെറ്റർ സ്മൂത്തി തന്നെയാണ്. രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഇതന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് വണ്ണമൊക്കെ കുറക്കണം എന്ന് കരുതിയിട്ടാണ് ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഓട്സിൻ്റെ സ്മൂത്തി റെഡിയാക്കി കാണിച്ചിരുന്നു, കാണാത്തവരുണ്ട് അതൊന്ന് കണ്ടോ കേട്ടോ. അതും നമ്മൾ വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കുന്നൊരു തന്നെയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത്. ബദാമിൽ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പോൾ ബദാമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒപ്പം നമ്മളെ ഹെൽത്താണ് നമ്മളിപ്പോൾ നോക്കേണ്ടതില്ല, നമ്മൾ ആരോഗ്യം നോക്കണം. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മധുരം പോരാ എന്നുള്ളവർക്ക് 1 ടീസ്പൂൺ നല്ല നാടൻ തേനൊക്കെ കിട്ടിയെങ്കിൽ തേൻ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള മധുരം റെഡിയാക്കാം. എന്ന് കരുതിയിട്ട് ഒത്തിരി തേൻ ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുക്കാം. കാണാനും നല്ല ഭംഗിയാണിത്, അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ആരോഗ്യം നല്ല ഫിറ്റായിട്ട് നിൽക്കാനും ഒപ്പം രക്തം വർദ്ധിക്കാനും ക്ഷീണം മാറാനും ഒക്കെ ഉത്തമമാണ് റാഗി കൊണ്ടുള്ള ഈ ഒരു സ്മൂത്തി. അപ്പോൾ ഞാനിന്നിവിടെ ക്യാരറ്റാണ് ചേർത്തത്. ക്യാരറ്റിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ജ്യൂസിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ചേർക്കരുത്. ഒരു ആപ്പിളിൻ്റെ ഹാഫ് പോർഷൻ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോബസ്റ്റ് ചേർത്ത് കൊടുക്കുക, അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും